നമസ്കാരം. വിഷുഫലത്തിൽ പൂരം നക്ഷത്രം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൽ പറയുന്ന ഗുണഫലങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ഇപ്പോൾ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ രാശി മാറുകയാണ് ഈ ഒരു വർഷം. അപ്പോൾ അതിൻ്റേതായ ഒരു മാറ്റം ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. അതിനോടൊപ്പം നിങ്ങളുടെ ജാതകത്തിലെ ഗുണഫലങ്ങൾ, അതായത് ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുകയും അതിലെ ഭാഗ്യാനുഭവങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ തന്നെ ഗ്രഹങ്ങൾ ഉച്ചത്തിലോ നീചത്തിലോ നിൽക്കുന്നു എന്നതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധിക്കുകയുള്ളൂ, അതായത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ജാതകം ഒന്ന് പരിശോധിക്കുക, അതിൻ്റെ പരിഹാരങ്ങളും കൂടി ഒന്ന് ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ നല്ലതായിരിക്കും. ഈ പറയുന്ന ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരും. പലരും പറയാറുണ്ട്, എനിക്ക് ഈ പറയുന്നതൊന്നും അനുഭവത്തിൽ വരുന്നില്ല, ഇത് വെറുതെ പറയുന്നതാണോ? തീർച്ചയായിട്ടും അനുഭവത്തിൽ വരിക തന്നെ ചെയ്യും. നമ്മുടെ സമയം മോശമാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ജാതകം പരിശോധിച്ചിട്ട് ചെറിയ പരിഹാരങ്ങളാണെങ്കിൽ അതും ചെയ്തു പോയി കഴിഞ്ഞാൽ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുരിതങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല, ജോലി ലഭിക്കുന്നില്ല, വസ്തു കച്ചവടമാകുന്നില്ല, വിദ്യാഭ്യാസത്തിൽ പരാജയം സംഭവിക്കുന്നു, കുടുംബ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന വണ്ണം എല്ലാ മാസവും അമ്പലത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും വിഷമം ആഗ്രഹിക്കുന്ന വ്യക്തികൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം എന്താണ്, ഒരു ചെറിയൊരു വാക്കിൽ, ജോലിയാണെന്നുണ്ടെങ്കിൽ ജോലി, വിവാഹമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഒന്ന് ചെറുതായി രേഖപ്പെടുത്തുക. ആ പേരും നക്ഷത്രവും വിവരവും അനുസരിച്ച് നമ്മളുടെ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൂജ നടത്തുകയും ചെയ്യും. ചെറിയ രീതിയിലുള്ളൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. ഒരുപാട് പണം മുടക്കി നിങ്ങൾ ചെയ്യുന്ന പരിഹാരം ചെയ്യുന്നതിനേക്കാളും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് മാറ്റം അതിൽ നിന്നുണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പൂരം നക്ഷത്രക്കാർക്ക് ഈ ഒരു വിഷു കാലഘട്ടത്തിൽ നിങ്ങൾ ഏത് മേഖലയിൽ ഇറങ്ങി പ്രവർത്തിച്ചാലും നിങ്ങളിൽ നിന്നും അനുഭവ സമ്പത്തുള്ളവരോടുകൂടി അത് ആലോചിച്ചതിന് ശേഷം മാത്രം ഇറങ്ങുക. കാരണം ചെറിയ രീതിയിലുള്ള പരാജയങ്ങൾ ജീവിതത്തിലുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ ആ പരാജയം വരാതിരിക്കുവാൻ വേണ്ടി നിങ്ങളെക്കാളും അനുഭവ സമ്പത്തുള്ള വ്യക്തികളിൽ നിന്നും അവരുടെ ആ ഒരു അനുഭവം നിങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനങ്ങൾ ചെയ്യേണ്ടി വരും. എന്നാൽ സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്ക്, സ്വന്തമായിട്ട് ബിസിനസ്, ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണം നടത്തുവാൻ ഈ ഒരു വർഷം സാധിക്കും. വസ്തു വാങ്ങുവാൻ സാധിക്കും. വീട് പണി ചെയ്യുവാൻ സാധിക്കും. വീട് പണി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ വീടിന് മെയിൻ്റനൻസ് ചെയ്യുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഗൃഹസംബന്ധമായിട്ടും വസ്തു സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ്. ദാമ്പത്തിക ജീവിതത്തിൽ നിങ്ങൾക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും എന്നാൽ അത് ഈശ്വര പ്രാർത്ഥനയിലൂടെയും ക്ഷേത്ര ദർശനത്തിലൂടെയും പരിഹരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന വർഷം തന്നെയാണ്. ആസൂത്രണം ചെയ്ത പല കാര്യങ്ങളും അതിൻ്റെ അവസാന ഘട്ടങ്ങളിൽ പരാജയം സംഭവിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗ്യം കുറയുകയും ദൈവാനുഗ്രഹം കുറയുന്നതും കൊണ്ടാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. വ്യാപാര വ്യവസായ മേഖലകളിൽ നിങ്ങൾക്ക് നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിരവധി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിലും ലാഭം വളരെ കുറവായിരിക്കും. ഒരുപാട് കഠിനാധ്വാനം ചെയ്താലും പ്രതീക്ഷിക്കുന്ന ലാഭം നിങ്ങൾക്ക് വരുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട്
അതിന് കൃത്യമായി ചെയ്താൽ നേട്ടമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയം തന്നെയാണ്. ഇവർക്ക് നേട്ടങ്ങളുണ്ടാകും, വിജയങ്ങളുണ്ടാകും, അംഗീകാരങ്ങളുണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ച മേഖലയിൽ അഡ്മിഷൻ കിട്ടും, സന്തോഷകരമായി പഠിക്കുവാൻ സാധിക്കും, വിദേശങ്ങളിൽ പോയി പഠിക്കുവാൻ സാധിക്കും. അതായത് ജോലി ശ്രമിക്കുന്നവർക്ക്, PSC പോലുള്ള എക്സാം എഴുതുന്നവർക്ക് പരീക്ഷ വളരെ എളുപ്പമാകുകയും ലിസ്റ്റിൽ പേര് വരുവാനും എല്ലാം സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആത്മാർത്ഥത കുറച്ചും കൂടി കാണിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷയ്ക്കും അപ്പുറം നല്ലൊരു വിജയമുണ്ടാകും. ഒന്നിലധികം തവണ ദീർഘയാത്രകൾ ചെയ്യേണ്ടി വരികയും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. വിജയം ഉറപ്പാക്കും എന്നുള്ള പദ്ധതികൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. എനിക്കത് ലഭിക്കും, നേടുമെന്ന്. ബിസിനസ് രംഗത്തും അല്ലെങ്കിൽ നിങ്ങളൊരു കായിക രംഗത്തൊക്കെ നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ വിജയം എന്ന് പ്രതീക്ഷിക്കുന്ന മേഖലയിലായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു തിരിച്ചടി ലഭിക്കുന്നത്. നിങ്ങൾ അവസാന ഘട്ടങ്ങളിൽ ചിലപ്പോൾ പരാജയം വരാൻ സാധിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യുക, മുന്നോട്ട് പോകുക. അതായത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരായിരിക്കും അവിടെ വിജയിക്കുന്നത്, നിങ്ങൾ പരാജയപ്പെടുന്നത്. വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുക. ജോലി സംബന്ധമായ പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ച് നിങ്ങൾ ഇരിക്കുകയായിരിക്കും, എന്നാൽ നമുക്ക് കിട്ടില്ല, കൂടെ നിൽക്കുന്ന ആളായിരിക്കും കയറിപ്പോകുന്നത്. സൂക്ഷിക്കുക. ജീവിത പങ്കാളിയിൽ നിന്നും ഉറച്ച പിന്തുണ ഉള്ളത് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും അതിനെ അതിജീവിക്കുകയും അതിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. പ്രണയബന്ധങ്ങളിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്, നിരാശപ്പെടുവാൻ സാധ്യതയുണ്ട്, ദുഃഖിക്കുവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം വളരെ സീരിയസായി എടുക്കാതെ നമ്മുടെ ജീവിതത്തിലെ മറ്റ് ലക്ഷ്യങ്ങളിലോട്ട് പോകുന്നത് നല്ലതായിരിക്കും. പ്രണയം തകർന്നു അല്ലെങ്കിൽ പരാജയം സംഭവിച്ചു എന്ന് കരുതി വിഷമിച്ചിരിക്കാതെ മറ്റുള്ള ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ തേടിയെടുക്കുകയും അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ കോപം നിയന്ത്രിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്താൽ മാത്രമേ വിജയിക്കുവാൻ സാധിക്കുള്ളൂ. പെട്ടെന്നുള്ള കോപം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുത്തി തീർക്കുക എന്ന് ചെയ്യും. വിദേശ നാടുകളിൽ നിന്നും തിരിച്ച് നാട്ടിലോട്ട് വരുവാനും അല്ലെങ്കിൽ നാട്ടിൽ നിന്നും തിരിച്ച് വിദേശ നാട്ടിലോട്ട് പോകുവാനും എല്ലാം സാധിക്കുന്ന വർഷം തന്നെയാണ്. മനസ്സിനെ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് ഈ ഒരു നാളിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. രോഗാവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്നവർക്കും ഒരാശ്വാസം ഈ ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഭക്ഷണങ്ങളിൽ നിന്നും അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുക, ദൂരയാത്രകൾ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് നല്ല വൃത്തിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതായിരിക്കും. അതിൽ നിന്നും അസുഖങ്ങൾ വരുവാൻ സാധ്യത കൂടുതലാണ്. വളർത്തുമൃഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്നോ, കാരണം വളർത്തുമൃഗങ്ങളെന്ന് പറയുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം നമുക്ക് അതിലൂടെയായിരുന്നു നമ്മൾ യാത്രയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ വളർത്തുന്ന മൃഗങ്ങൾ, വീട്ടിലിപ്പോൾ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന 2 വീലർ പോലുള്ള വാഹനങ്ങളിൽ നിന്നോ ചെറിയ രീതിയിലുള്ള പരിക്കുകൾ ഏൽക്കുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. സഹായ വാഗ്ദാനം നൽകിയ സുഹൃത്തുക്കൾ അവസാന ഘട്ടം പിന്മാറുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതും വളരെയധികം സൂക്ഷിച്ച് ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് സഹായിക്കാം, ഞാനുണ്ട്, ധൈര്യമായിട്ടിരുന്നുള്ളൂ, സാമ്പത്തികമല്ലേ നിസ്സാരമാണ്, ഞാനത് നൽകിക്കോളാം എന്ന് കരുതി കാത്തിരിക്കുകയും സമയമാകുമ്പോൾ എനിക്കത് നടന്നില്ല എന്ന് കരുതി നിസ്സാരമായി പിന്മാറുകയും ചെയ്യും. വളരെയധികം സൂക്ഷിക്കുക. പുതിയ ആഭരണങ്ങൾ, വാഹനം ഇതെല്ലാം വാങ്ങുവാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. ഏറ്റെടുത്ത പ്രവൃത്തികളിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. കൂടാതെ നിങ്ങൾക്ക് സന്താനങ്ങളെ കൊണ്ട് സന്തോഷം കൈവരിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ കൊണ്ട് മാത്രം കുടുംബത്തിനുള്ളിൽ സന്തോഷവും സമാധാനവും കൈവരിച്ച് നിങ്ങൾക്ക് സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിലെ വിലപ്പെട്ട രേഖകൾ, നിങ്ങളുടെ വിലപ്പെട്ട ഓർണമെൻറ്റ്സ്, വീടിൻ്റെ ആധാരം പോലുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള രേഖകൾ, നിങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പണം, ഇവ മോഷണം പോകുവാനോ കളഞ്ഞു പോകുവാനോ പല സ്ഥലങ്ങളിൽ വെച്ച് മറന്നു പോകുവാനോ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക. ശത്രുക്കൾ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ വേണ്ടി. മനസ്സിന് ദുഃഖം വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. ആരോഗ്യം ചെറിയ പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. വിവാഹപരമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ചെറിയ തടസ്സമാണ് കൂടുതലായി കാണുന്നത്.
വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ കാര്യവും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. കാരണം നമ്മൾ എടുത്തു ചാടി നടത്താൻ വേണ്ടിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിൽ പരാജയം വരികയും ഒരുപാട് മാനസിക ദുഃഖം വരുവാനും സാധ്യതയുണ്ട്. ഭാര്യ ഭർത്തൃ വീട്ടിൽ നിന്നുള്ള ധനസഹായം നിങ്ങൾക്ക് ഈ സമയത്തുണ്ടാകും. അതായത് നിങ്ങൾ ഭാര്യയിൽ നിന്നും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും അവരുടെ വീട്ടുകാരിൽ നിന്നും സഹായം ലഭിക്കുവാനുള്ള സാധ്യതയൊക്കെ കൂടുതലായി കാണുന്നുണ്ട്. സന്തോഷകരമായുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടി കോപം നിയന്ത്രിക്കുക. എന്നാൽ മാത്രമേ ബിസിനസ്, ജോലി, കുടുംബജീവിതം ഇവിടെയെല്ലാം സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു സമയം നമുക്കുണ്ടാകുന്ന ദോഷഫലങ്ങൾ മാറുന്നതിനും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും വേണ്ടി മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും.